ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ശബരിമലയിലെ താഴികക്കുടവും ഇളക്കി മാറ്റി 2017 തന്നെ പമ്പയിൽ എത്തിച്ചിരിക്കുകയാണ് കേടുപാടുകൾ നീക്കം ചെയ്യാൻ എന്നുള്ള പേരിൽ. നമുക്കറിയാം, ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം മാത്രമല്ല ചെമ്പടക്കം മറിച്ചു വിറ്റു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സന്നിധാനത്തെ താഴികക്കുടത്തിന്റെ കാര്യവും വ്യത്യസ്തമാകില്ല എന്നുള്ള ആശങ്ക ഇപ്പോൾ നിഴലിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? എന്ത് പ്രതികരിക്കാനാണ്? ഈ നാട്ടില് കള്ളന്മാര് കൈവക്കാത്ത ഏതെങ്കിലും ഒരു ക്ഷേത്രമുണ്ടോ? ഹിന്ദുക്കളുടെ സ്വത്ത്, ഹിന്ദുക്കളുടെ ക്ഷേത്രം, ഹിന്ദുക്കളുടെ ചാരിത്രം, ഹിന്ദുക്കളുടെ ഭക്തി, ഹിന്ദുക്കളുടെ വിശ്വാസം, ഇത് മുഴുവൻ ഓരോ ദിവസം ചെല്ലുന്തോറും തകർത്തുകൊണ്ടിരിക്കുകയല്ലേ? ശബരിമല എന്ന് പറയുന്നത് ലോകം മുഴുവനുള്ള ഹിന്ദുക്കളുടെ ഒരു അഭയ കേന്ദ്രമാണ്, വിശ്വാസ കേന്ദ്രമാണ്. അവിടെ ദ്വാരപാലക ശില്പം, ആ ദ്വാരപാലക സ്വർണം, ദ്വാരപാലക ചെമ്പ്, അത് കഴിഞ്ഞു കട്ടളപ്പടി, വാതല്, ഇപ്പൊ താഴികക്കുടം. ഇനി ഭഗവാൻ അയ്യപ്പനെ അടിച്ചു മാറ്റിയിട്ടുണ്ടോ? അയ്യപ്പൻ അവിടെ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണോ? എന്തൊരു കഷ്ടമാണിത്! ഇത് ആരോട് പറയാനാണ്? എന്തൊരു കഷ്ടം! ഇത് കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ ശബരിമലയിലേക്ക് 41 ദിവസം വ്രതമെടുത്ത് പോകുന്ന ഹിന്ദുക്കൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അവരൊരു കിറ്റ് കണ്ടാൽ മാറി വോട്ട് ചെയ്യുന്ന വർഗങ്ങളായി മാറിയിരിക്കുകയാണ്. ഇതൊരു മഹാകഷ്ടമാണ്. ഈ കളവ് ചെയ്ത ഇടതും വലതും, ഇതിനെ പിണറായി വിജയനും മാത്രമല്ല, ഇടതുപക്ഷവും വലതുപക്ഷവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രണ്ടും ഈ കള്ളന്മാരാണ്. കേരളത്തിൽ എത്ര ക്ഷേത്രങ്ങളിലെ സ്വത്താണ് ഇവരടിച്ചു മാറ്റിയിരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റിൽ പറയുന്ന 25,000 ഏക്കർ ഭൂമി ഹിന്ദുവിന്റെ ഭൂമിയാ. 1 ഇഞ്ച് ഭൂമി വേറെ ആരെങ്കിലും വിട്ടുതരുമോ? 1 ഇഞ്ച് ഭൂമി. ഒരു രാമജന്മഭൂമിയുടെ വിഷയത്തില് ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കോളിളക്കം ഉണ്ടാക്കിയവന്മാരല്ലേ ഇവരെല്ലാവരും. അപ്പൊ എന്തൊരു കഷ്ടമാണ്! നമ്മൾ മനസ്സിലാക്കണ്ടേ ഇതെങ്ങനെയാണ്? ഇതിനെ തടയണമെങ്കിൽ ഈ നാട്ടിലെ ഹിന്ദുക്കൾ ഒന്നാവണം. ജനം ചാനലെങ്കിലും ഈ കാര്യത്തിൽ രംഗത്ത് വരുന്നത്, ശക്തമായ രീതിയിൽ രംഗത്ത് വരുന്നത് വളരെ അഭിനന്ദനം അർഹിക്കുന്നു. മറ്റു ചാനലുകൾക്കൊന്നും ചിലപ്പോൾ അവരൊക്കെ ഈ എന്താ പറയാ, അവരൊക്കെ പലരെയും സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മുഖം സേവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളന്മാര് ആഗോള അയ്യപ്പ സംഗമം, വാസ്തവത്തിൽ ആഗോള കൊള്ള സംഘമാണ് ഇവന്മാര്. ഈ കൊള്ളസംഘം ഇവർ നടത്തി ഓരോ ദിവസവും ഓരോന്ന് അടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആൾക്കാർക്ക്, ആ ശബരിമലയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വിരിവെക്കാൻ സ്ഥലമുണ്ടോ? വിരിവെക്കാനുണ്ടോ? ഒന്ന് കിടന്നുറങ്ങാനുണ്ടോ? പന്നി വന്ന് തലയിൽ നക്കാത്ത ഒരു അയ്യപ്പനും ഉണ്ടാവില്ല. അവിടെ മലമൂത്ര വിസർജനങ്ങൾ നടത്തുന്നതിനിടയിലാണ് ആളുകൾ താമസിക്കുന്നത്. അവിടെ നല്ലൊരു ശൗചാലയമുണ്ടോ? വെള്ളമുണ്ടോ? എന്തൊരു കഷ്ടമാണ്! എന്തിനാ ഇങ്ങനെ ഈ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മാത്രം ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങൾക്ക് വലുത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ദുരവസ്ഥയാണ് കേരളത്തിലുള്ളത്. മഹാകള്ളനാണ് പിണറായി വിജയൻ. ഈ ഈ ശബരിമലയുടെ ചാരിത്രം കളയാൻ, ആചാരം കളയാൻ, വിശ്വാസം കളയാൻ, അവസാനം സ്വത്ത് അടിച്ചു മാറ്റാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മഹാകള്ളൻ. എല്ലാ കള്ളന്മാരാണെങ്കിലും മഹാകള്ളനാണ് ഈ പിണറായി വിജയൻ. ഒരു കാരണവശാലും ഇത് വെറുതെ വിടാൻ പാടില്ല. അതിശക്തമായ ഒരു സമരത്തിന് കേരളത്തിലെ ഹിന്ദുക്കൾ തയ്യാറാവണം. ദേവസ്വം വിമോചന സമരം ഉണ്ടാവണം. 2ാം വിമോചന സമരം ക്ഷേത്രങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ളതാവണം എന്നാണ് എൻ്റെ അഭിപ്രായം.